ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഗ്ലോബൽ വില്ലേജ് പോകേണ്ട പരിപാടിയാണ്. ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ചെയ്തിട്ട് വെറും 2 ദിവസമേ ആയിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ ഗ്ലോബൽ വില്ലേജ് പോകുന്നത്. വേറെ ഒന്നുമല്ല, കാരണത്തിൻ്റെ ആളിതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒക്കെ ലീവ് കുറവാണ്, അപ്പോൾ അതിലിടക്ക് പോകേണ്ട പരിപാടിയാണ്. ഈ ചേട്ടൻ നമ്മളപ്പുറം വരുന്നില്ല കേട്ടോ. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊന്നുവിന് ഒരു തമാശ. പിന്നെന്താ പറയണ്ടേ, ഈ ഏട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഏട്ടൻ, പിള്ളേരെ അച്ഛൻ അല്ലേ. അപ്പൊ ഇതിനോട്ടെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യും. റാഷിദിയ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പ് എന്തും പറയാ. ആദ്യം ഗ്ലോബൽ വില്ലേജിലേക്ക് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യും. ആടത്തെ ഗ്ലോബൽ വില്ലേജിലേക്ക് നേരെ ബസ് ഉണ്ട്. അപ്പോൾ അതിന് പോകേണ്ട പരിപാടിയാണ്. 2:45 മുതൽ ബസ് സ്റ്റാർട്ട് ചെയ്യും. ഓരോ മണിക്കൂറിലും ബസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ 4:45 ബസ്സിന് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഗ്ലോബൽ വില്ലേജ് വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ ഓക്കെ, ബസ് സ്റ്റാൻഡും കാണിച്ചു തരാം കേട്ടോ. പെട്ടും തോന്നുന്നു ഭയങ്കര ട്രാഫിക്. ബസ് കിട്ടുമോ എന്ന് അറിയുന്നില്ല. സമയം എത്രയേ 4:35 36 4:45 ബസ്. ഇവിടെ തന്നെ എത്ര മിനിറ്റ് ഉണ്ട്? കുറച്ചേ ഉള്ളൂ, പക്ഷെ ട്രാഫിക് അങ്ങത്തോളം ഉണ്ട്. ഇനി എന്ത് ചെയ്യും? 4:45 ബസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ 5:45 ഉള്ളൂ. അത്രയും ലേറ്റ് ആയിട്ട് നമ്മൾ പോയത് കൊണ്ട് കാര്യമുണ്ടോ? 12-1 മണി വരെ ഉണ്ട്. ഓ, എനിക്ക് നാളെ വേറെ ഒരു പരിപാടി ഉണ്ട്. ഞാൻ ഭയങ്കര ബിസിയാണ്. ഞാൻ നേരെ ചോദിച്ചില്ല നിങ്ങൾ രണ്ടാളും പോകുന്നു. നേരെ ദീദിക്ക് താല്പര്യം ഉണ്ടായില്ല. പിന്നെ അപ്പൊ ഇപ്പൊ ഞാൻ റീചാർജ് ചെയ്ത് വന്നത് നന്നായില്ലേ? ഇനി അവിടെ എത്തിയിട്ട് റീചാർജ് ചെയ്യണ്ടെന്നെല്ലാം പറഞ്ഞത്. അതുകൊണ്ടാണ് വന്നത്. നേരത്തെ എല്ലാം പ്ലാൻ ചെയ്യണം. എല്ലാ പങ്കുവിന്റെ ഫോണിലല്ലോ, നെറ്റ് ഇല്ലല്ലോ. എന്തായാലും ഇതിപ്പം എന്ത് ചെയ്യും? വേഗം പ്രാർത്ഥിച്ചോ 4:45 ബസ് മിസ്സാകരുതേ. ഇതിപ്പോ മിസ്സായിട്ടുണ്ടെങ്കിൽ ആരാ റീസൺ? ആരാ ലേറ്റ് ആയി? ഞങ്ങൾക്ക് റെഡി ആവേണ്ടി വന്നില്ലല്ലോ. ഞാൻ എത്ര മണിക്ക്? ഞാൻ നേരത്തെ റെഡിയായി. നീങ്ങുന്നുണ്ട്, പക്ഷെ ഇടിയാൻ ഒരു സിഗ്നൽ ഉണ്ടല്ലേ. കുടുങ്ങോ നമുക്ക് കാണാം. നമുക്ക് ബസ് കിട്ടുമോ ഇല്ലയോ എന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. 4 മിനിറ്റ് ബസ് കറക്റ്റ് ടൈം പോകും. ഇത് ഫുള്ള് ട്രാഫിക്കാ. നമ്മൾ മിക്കവാറും 1 മണിക്കൂർ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് വണ്ടി 5:45 വരെ ആയിരുന്നല്ലോ ഒരു ഓപ്ഷൻ. പപ്പക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്തിരിക്കും. പക്ഷെ നമ്മളറിയില്ലല്ലോ ബസ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ആദ്യത്തെ പ്ലാന് നമ്മളത് 3:45 ബസ്സിന് പോകാനായിരുന്നു. അന്നേരം അത്ര റെഡിയാകാൻ ലേറ്റ് ആയതുകൊണ്ട് പറഞ്ഞ് 4:45 പോകാം. ഫുഡെല്ലാം കഴിച്ച് സാവധാനം റെഡിയാകാം. അപ്പൊക്ക് ഇത് ഇത്രയും പണിയാവും ചോദിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 3:45 മിസ്സായാലും 4:45 കറക്റ്റ് ടൈം കിട്ടും. 4:42 2 മിനിറ്റ് ബസ് കിട്ടും. എന്നാന്ന് മറ്റേ 3 മിനിറ്റ് എന്തായാലും കിട്ടുമായിരിക്കും, കിട്ടിയില്ലായിരിക്കും. കിട്ടൂല്ലയോ നോക്കാം. 44 ഒരു ഡിലേ ഇല്ല. ഇതാ എത്തിപ്പോയി. ഏകദേശം ബസ് സ്റ്റാൻഡ് എത്തി. അതാരും സീറ്റ് ബെൽറ്റിൽ ഓൾറെഡി ഊരി. അതിന് അതിന് ഫൈൻ അടക്കാനാക്കണ്ടേ പങ്കു. ഇറങ്ങുന്നതാന്ന് തോന്നുന്നു. 40 ഇറങ്ങുന്നയാ
അങ്ങനത്തെ ബസ്സെല്ലാം ഉണ്ടാവില്ലേ വേറൊരു ടൈപ്പ് ടൂറിസ്റ്റ് ബസ് പോലത്തെ ബസ്സാണ് അതുപോലെ 45 ഇതാ നമ്മള് ബസ്സസ് ഒള്ളിയിലാണ് ഇതെന്ന് അങ്ങനെ കാണിക്കുന്നത്. ഇനി ഇങ്ങനെ ചുറ്റി വരണം അല്ലേ? 45 ഇനി ഇന്റർനാഷണൽ സിറ്റിന്റെ ഒരു ബസ് അതിന് ഇപ്പുറം ഉള്ളതാണോ ഗ്ലോബൽ വില്ലേജിന്റെ ബസ് ഡൗട്ട് ഉണ്ട്. അതിന്റെ ബാക്കിൽ അതാ ഒരു ബസ് വരുന്നത് അങ്ങനെ സാധ്യത. അത് കിട്ടുന്ന മട്ടൊന്നുമില്ല. നമുക്ക് ഇറങ്ങണ്ടേ വണ്ടിന്ന്. നിങ്ങളോട് ഇപ്പോഴേ ബായ് ബൈ എല്ലാം പറയാം. നിങ്ങളോട് വൈ ഇവരെല്ലാം കയറി ഞാൻ കയറണ്ടായി പോകുമ്പോ ഈടേനെ നിർത്തിക്കും. ഈടൂട്ടേനെ ഇവർക്ക് ഇറങ്ങുമോ? ഇനി അയപ്പിടെ റെക്കോർഡ് ഞാനിപ്പോ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുവേ. അമ്മോ എനിക്കറിയാം. ഞാൻ മുന്നോട്ട് പോയില്ല. അത് ഗോൾഡ് സൂക്കിന്റെ ബസ്സാണ്. അവിടെയല്ലേ നിങ്ങൾ അന്ന് നിർത്തിട്ടല്ലേ? ആ അതിന് ഏതായാലും സമാധാനത്തോടെ 1 മിനിറ്റ് 46 പാർക്കിംഗ് ഒന്നും വേണ്ട. നിങ്ങളുടെ സൈഡാക്കി നമ്മളോടാ അറിയുന്നില്ല. എന്നാ പിന്നെ ഓക്കെ ബൈ. ബാക്കി ബസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ കൂട്ടിയിട്ട് പോവുമല്ലോ. നമ്മൾ 1 മണിക്കൂർ നിൽക്കുക. അതിലൊരു തീരുമാനം അയക്കാം. നിങ്ങൾ ഇവിടെ ഉണ്ടാവുമോ? അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുന്നു. ബസ് കിട്ടി 4:45 തന്നെ. പക്ഷേ ആടുന്നൊരു അബദ്ധം പറ്റി. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പാടില്ലായിരുന്നു പോലും. സ്റ്റേഷൻ വിട്ടിട്ട് അവരെന്നെ കൂടെ അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. അതുകൊണ്ട് അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതിന് ശേഷം അതുകൊണ്ട് ഞാൻ പിന്നെ ബസ്സൊന്നും എടുത്തില്ല. നമ്മൾ വന്ന് ബസ് അവിടെ ഉണ്ട്. പിന്നെ തിരിച്ചിട്ട് ബസ് 10:30 അങ്ങനെ 9:30 12:30 ആയിട്ട് ലാസ്റ്റ് ബസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഒക്കെ കാണിക്കാം. നേരത്തെ പറഞ്ഞതിനൊന്നും അറിയില്ല. ഇത് 30ാമത്തെ സീസണാണ് കേട്ടോ. എത്രോട്ട് വന്നതെന്ന് ചോദിച്ചാൽ അറിയുന്നില്ല. പക്ഷെ എനിക്ക് ഇപ്പോൾ ഓർമ്മ ആദ്യം വന്നതാണ്. ഫസ്റ്റ് ടൈം 2005 വന്നേ ആ ഗ്ലോബൽ വില്ലേജിൻ്റെ ആണ്. എപ്പം വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുക. വിനോദനും ഞാനും വിനോദൻ്റെ ഒരു ഫ്രണ്ടും വൈഫ് അങ്ങനെ നമ്മൾ 4 ആളും കൂടിയിട്ടാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം. പക്ഷെ അന്നിങ്ങനെ തന്നെയാണെന്നൊന്നും നിനക്ക് ഓർമ്മയില്ല കേട്ടോ. പണ്ട് വരുമ്പോൾ പണ്ട് നമ്മൾ അജ്മാനിന്നാണ് വന്നത്. അജ്മാൻ ടിക്കറ്റ് റേറ്റ് അങ്ങനെ ആയിട്ടാന്ന് തോന്നുന്നു. എനിക്കെന്നാ അന്നേരം 15 അത് പണ്ട് നീ ചെറുതുള്ളായിരിക്കും. അതിന് മുന്നേ അത്ര എനിക്ക് ഓർമ്മയില്ല. ഇപ്പം 30 dirhams. 30 മീൻസ് വീക്ക് ഡേയ്സ് 25 വേളും വീക്കെൻഡ്സ് 30 dirhams. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിന് അവർ അതിൻ്റെ ഇതിൽ പോയി ഇതിന് വേണ്ട. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൺലൈനിലാണ് എടുത്തേട്ടാ. അതുകൂടി പറയണ്ടേ. ടിക്കറ്റ് ഓൺലൈനിൽ എടുത്ത് ഇനി അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ വേണ്ട. അവർക്ക് സ്കാൻ ചെയ്യാൻ കൊടുക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗിൽ നിന്ന് ചെക്ക് ചെയ്യൂ. സോറി. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറും. ടിക്കറ്റ് മെഷീൻ അവിടെ കാണുന്നുണ്ട്. മെഷീനൊന്നും വേണ്ട, നമുക്ക് അതങ്ങനെ അങ്ങനെ. ഇന്ന് പൊന്നു എന്നെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടു. പൊന്നും പങ്കും എന്നെ കൂട്ടിയിട്ട് പോയി. ഇവർ പൈങ്കിളിനെ തലക്കൻ്റെ കൈ കൊണ്ടൊരു മുട്ട് കിട്ടിപ്പോയി. അതാ പ്രശ്നമായി. പറയുന്ന അവിടെ സ്കാൻ ചെയ്യുന്നിടയ്ക്കും റെക്കോർഡ് ഉണ്ടാവില്ല. വെറുതെ ഞാനൊന്നും ഡിലീറ്റ് ചെയ്യിപ്പിക്കേണ്ടതാണ്. നേരത്തെ കഷ്ടപ്പെട്ടു പോയി. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിന് പൊന്നു എന്ത് ചെയ്ത് ആ വീഡിയോ അവിടുന്ന് ക്രോപ്പ് ചെയ്ത് നമ്മൾ ആ സ്റ്റേഷനിൽ എത്തുന്നവരെയുള്ളത് ക്രോപ്പ് ചെയ്തിട്ട് ബാക്കി ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് റീസൈക്കിൾ ബിന്നൊന്നും അവർ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. അതെ ഞാൻ വിചാരിച്ചാൽ ആദ്യം റീസൈക്കിൾ ബിന്നൊന്നും എടുത്തിട്ട് അവിടെ ക്രോപ്പ് ചെയ്യാൻ എഡിറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ അതും സമ്മതിച്ചില്ല. അവർ അവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ആ പ്രശ്നം ഉണ്ടായില്ല. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഷോർട്സിന് വേണ്ടിയിട്ടൊക്കെ. നല്ല ലൈറ്റ്സൊക്കെ കാണുന്നുണ്ട്. കൂടെ പോയിട്ട് വേണം ഇനി ഉള്ളിൽ കയറേണ്ടത്. എൻട്രൻസ് അവിടെയാണ്. എൻട്രൻസ് ഒന്നും ഇനി റെക്കോർഡ് ചെയ്ത് ഇതാക്കുന്നില്ല. ഉള്ളിൽ നിന്ന് കുറച്ച് കാണിച്ചാൽ കുറേ കാണിച്ചിട്ട് മൊത്തം കറങ്ങി നടക്കുമ്പോൾ തന്നെ സമയം കുറയാവും. അത്രയും വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഓരോ പവലിയനായിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇതാ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലെത്തിയിരിക്കുന്നു.
ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ അതേ ഇത് തന്നെയാണ് കാണുന്നത്. കയറുമ്പോൾ ഇതൊക്കെ ചേഞ്ച് ഒന്നും കാണുന്നില്ല. മാഗ്നറ്റിക് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നറിയാം ഡേറ്റ്? ഇതിപ്പം ഒക്ടോബർ 15 ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയ. മെയ് എത്ര ഡേറ്റ് എനിക്ക് അറിയുന്നില്ല, മെയ് വരെ ഉണ്ട്. അപ്പോൾ ഇതാ ഇന്ത്യൻ പവലിയൻ അങ്ങ് ഇവിടെ നോക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ദൂരം. ഇനി ഇവരെ ഇഷ്ടത്തിനാണ് പോവാം. ഇവർ ഏരിയ കാണാൻ താല്പര്യപ്പെടുന്നു അതിലേക്ക്. ഇങ്ങനെ സൈഡാണ് പോകണമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ്റെ ഭാഗത്ത് തന്നെ ഇന്ത്യ. അതാ ഇന്ത്യ. ക്ലിയർ ഉണ്ടോയെന്ന് അറിയുന്നില്ല. ഈ സൈഡ് ഇതാ തുർക്കി ഈ ഭാഗത്ത് സ്റ്റാർട്ടിങ് അല്ല അല്ലേ? ഇതെല്ലാം ഇനി കുറച്ചും കൂടി കാണുമ്പോൾ ലൈറ്റൊക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ടേക്കാണ് പോയി തുടങ്ങുന്നത്. കുവൈറ്റ്. നമ്മൾ കുവൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പോണേ. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇടുന്നതിന് വാങ്ങിയ ലുക്കൈമത്ത്. കുവൈറ്റിലേക്ക് പോകുന്നുണ്ടോ? എന്നാ കുവൈറ്റിൽ കയറൂ. ഫ്ലൈറ്റ് ഒന്നും എടുക്കാണ്ട് നമ്മൾ കുവൈറ്റിലേക്ക്. നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കണ്ട, വെൽവെറ്റിൻ്റെ ഡ്രസ്സ്. കുറേ ഡ്രസ്സ് ഉണ്ടാവും. ഇങ്ങനെ കാണിക്കാൻ നിന്നാൽ കുറേ കാണിക്കേണ്ടി വരും. അവിടെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് കയറുമ്പോൾ നോടിച്ച് കാണിക്കണ്ട. തുർക്കിഷ് ഐസ്ക്രീം പൈങ്കിളിക്ക് ഒരു പ്രാവശ്യമായിട്ട് മതിയായി. ഇപ്രാവശ്യം വേണമെന്ന് ചോദിക്കട്ടെ. പൈങ്കിളി എനിക്ക് വേണം തുർക്കിഷ് ഐസ്ക്രീം. എന്തേ അതാ ഞാൻ കണ്ടില്ല. അടുത്തത് യമൻ. ഇനി യമനിൽ പോയിട്ട് വരാം. ആ ഓടിനെ വിളിക്കുന്ന ഹണി ടെസ്റ്റ് ചെയ്യാൻ. യമനിലെ ഹണി നല്ല ടേസ്റ്റാണ്. അപ്പോൾ പൊയിന് പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പൈങ്കിളിയും പോകുന്നുണ്ട്. ഹണി എങ്ങനെയുണ്ട് കുട്ടിയെ? ഞാൻ ഹണി ആൻറ്റീനോട് പൈങ്കിളിക്കോ ഇഷ്ടമായി. പക്ഷെ നമ്മൾ വാങ്ങുന്നില്ല. പൈസ അത്രയും ചോദിച്ചില്ല, അത്രയും ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമല്ല കൈക്കിടുന്ന. അപ്പോൾ ഈ പ്രാവശ്യം ഇതിന് മാത്രം കൂട്ടാണ്ട് വന്നതുകൊണ്ട് അതൊന്നും വാങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്രാവശ്യം പർച്ചേസിങ് കുറവാണ്. നമ്മൾ ജസ്റ്റ് സ്ഥലം മാത്രം കാണും. എന്തെങ്കിലും ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കും അല്ലേ? അത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നിൻ്റെ ആ വളക്കിടുന്ന വാങ്ങിയ അവരെന്നെയാ ഈ സൈഡിൽ തന്നെ വാങ്ങിയ ഇവരെന്നെയായിരുന്നു തോന്നുന്നു. $10 dirhams. Only $10. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് ചെറുതായിപ്പോയത്. ഇങ്ങനെ ഇത് ഈ ടൈപ്പ്. We bought this last time when we came here. ماما يقول والله ما انا عارف ايش يقولوا. Welcome. Also ring. Anyone good? ഒന്നും വാങ്ങുന്നില്ല എന്നിട്ട് അങ്ങനെ ആദ്യത്തെ പർച്ചേസ് യമനിൽ നടത്തിയിരിക്കുന്നു. ഞാനും വാങ്ങിയേക്കാം. മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ 25 തന്നു. അങ്ങനെ യമനിൽ ഇറങ്ങി ബഹ്റിൻ കണ്ടു. ബഹ്റിനിൽ കയറണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് ഈജിപ്ത്. ഇങ്ങനെ ഓരോ സാധനം കാണുമ്പോൾ നമ്മളിങ്ങനെ കൊതിച്ചു പോകും. ഇനി കൊതിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ജസ്റ്റ് കാണൽ മാത്രം. യമനിൽ അവരുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയോണ്ട് അവർ നമ്മളെ ഫ്രണ്ടായ പോലെയുണ്ട്.
ഇവിടെ നിന്നും വാങ്ങാണ്ട് നമുക്ക് തായ്ലൻഡില്ല ഒന്നും പോണ്ട. ഓക്കെ, തായ്ലൻഡിൽ പോയിട്ട് തന്നെ വാങ്ങിക്കാം. പക്ഷേ ഈ സാധനമെല്ലാം കാണുമ്പോൾ എങ്ങനെ കൊതി തോന്നാണ്ടിരിക്കും. പക്ഷെ പോക്കറ്റിൽ പൈസ ഇല്ലാതുകൊണ്ട് കൊതി തോന്നിയിട്ട് കാര്യമില്ല. ഇത് കണ്ട കുറേ സീഡ്സ്, സൺഫ്ലവർ, വാട്ടർമെലൺ, പംകിൻ, പിന്നെ കുറേ ഇന്നർ വെയർ ഷോപ്പ് എല്ലാം ഉണ്ട് കണ്ട് നടക്കാൻ. ഇങ്ങനെ കുറേ കാഴ്ചയാണ് നമ്മൾ ഈജിപ്തിൽ കാണുന്നല്ലേ, ഈജിപ്ഷ്യൻ ഡ്രസ്സ്. ഇല്ല, ഏത് ഡ്രസ്സ് വേണമെന്നാണ് നീ ചോദിച്ചത്? ആ, ബെസ്റ്റ് ബെല്ലി ഡാൻസ് ഇരിക്കാൻ എല്ലാം അങ്ങനത്തെ ഡ്രസ്സായി പ്രാവശ്യം ഇടാം ഈ ഷോപ്പിൽ. കണ്ട നല്ല ചെറിയ ബാഗ്, നല്ല സോഫ്റ്റ് ബാഗ്, പേളിൻ്റെ ബാഗ്, നല്ല ഭംഗിയില്ലേ? നല്ല പൈസയും ഉണ്ടാവും, പൈസ ചോദിക്കുന്നില്ല. നിങ്ങൾക്കായിരിക്കും അറിയോ ഈ ലബൂബൂനെ? ലബൂബു എന്ന് പറയുമ്പോൾ വീടെല്ലാം കണ്ട ഭയങ്കര സന്തോഷം. ലബൂബുവിൻ്റെ ടോയ് വേണം. ഇപ്പം ലബൂബുവിൻ്റെ ഒരു ഡ്രസ്സ് കണ്ടിന്, അന്നേരമാണ് ഇവർ രണ്ടാളും ചിരിക്കുന്നുണ്ട്. ലബൂബു, ഈ ലബൂബു എന്നാണെന്ന് എനക്കറിയുന്നില്ല. ലബൂബു ഭയങ്കര ഗിഫ്റ്റ് വേണ്ടത് ലബൂബുവിൻ്റെ ആണല്ലേ. നെക്സ്റ്റ് മൊറോക്കോ സ്കിപ്പ് ചെയ്ത് നമ്മൾ സൗദിയിലേക്ക് പോകും. ഓരോ സ്കിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ മൊറോക്കോ സ്കിപ്പ് ചെയ്ത് അല്ല, സൗദി സ്കിപ്പ് ചെയ്താൽ പിന്നെ ഇന്ത്യയിലേക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അല്ല, ഇന്ത്യ നമ്മൾ സ്കിപ്പ് ചെയ്യില്ല. പക്ഷേ അയ്യോ, ഇന്ത്യയിൽ പോകണ്ടേ, പിന്നെ അടുത്തം വരെ വന്നിട്ട് ഇന്ത്യയിൽ പോയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മളൊന്ന് മൊറോക്കോയിലിത് ഇപ്പറല്ലേ സൗദിയിലേക്ക്. ഡേറ്റ്സ് ഭയങ്കര ഡേറ്റ്സ് ഇഷ്ടമല്ല, പക്ഷെ അവരിങ്ങനെ ചെക്ക് ചെയ്യാൻ വിളിച്ചാൽ ട്രൈ ദിസ് ഗുഡ് നിനക്ക് തോന്നി. ഡേറ്റ്സ് കഴിച്ച് കിടക്കുന്നു. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് കയറി ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തരാലോ വിചാരിച്ചിട്ട്. ഭയങ്കര ഇഷ്ടമല്ല ഐസ്ക്രീം. മറ്റേ അവർ ട്രൈക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമായേനെ. പക്ഷെ അവർ ഡേറ്റ്സ്, ഹണി അങ്ങനത്തെയൊക്കെ തരുന്നു. അങ്ങനെ നമ്മൾ സൗദിയിൽ നിന്ന് ഡേറ്റ്സും കഴിച്ച് കോഫി കുടിക്കാൻ വിളിച്ചിട്ട് നമ്മൾ കോഫി കുടിക്കാൻ പോയിട്ടില്ല. അല്ല, വെറുതെ ഇങ്ങനെ തരുമ്പോൾ വാങ്ങി കഴിക്കുമ്പോൾ ഒരു ചമ്മല്. അവർ ട്രൈ എന്ന് പറയുന്നുണ്ട്. എന്നാലും അതുകൊണ്ട് അടുത്തത് പൊന്നൂന് നോക്കാം നമുക്ക് എന്താ സംഭവം. This one serum for hair and body smell. Give me one. Try. Don't eat it. You know shea butter? Yeah. Shea butter, ayurveda butter, Okay. natural things. Make your skin very soft. You are first customer. If you like, I give you good price. First customer ആണ് good price ആണ്. Smell. Nice. No. ഇന്ത്യയിലോട്ടേക്ക് നമ്മൾ പോകുകയാണ്. ഏത് ഫ്ലൈറ്റ് പിടിച്ചിട്ട് പോകുന്നു ഇന്ത്യയിലേക്ക്? ദോശ എക്സ്പ്രസ്സിൽ. അങ്ങനെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ദീദി എവിടെയോ പോയി. ദീദീനെ വെയിറ്റ് ഇന്ത്യയും കൂടി കാണിച്ചു തരാം അല്ലേ. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടക്കും. ഞാൻ എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ കണ്ട ഇപ്പം തന്നെ ഫ്ലാഗിൻ്റെ ഇതിൽ പൊരിയ എന്നാൽ അത് സംഭവം പൊരി ഇങ്ങനെ കളർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട. വലിയൊരാന അല്ലേ, ആന. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ഇങ്ങനെ തന്നെയായിരുന്ന എനിക്ക് ഓർമ്മയില്ല. അല്ലല്ലോ, ചേഞ്ച് ഇല്ല ഇപ്രാവശ്യം. അപ്പോൾ ഇതാണ് ഇന്ത്യൻ്റെ വ്യൂ. വലിയൊരു ആനയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറട്ടെ. ഇത് മൊത്തം അവിടെ തീർത്തേ. ഇത് മൊത്തം നമ്മളെ തീർത്തേ ആ ഷോപ്പിൽ. അതെ, 3 നമ്മൾ എടുത്തില്ലോ. ഇനിയും ഇല്ല. തന്നെ ഉള്ളൂ ബാക്കി. അയ്യാ
അപ്പോൾ ഇതാണ് ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിൽ. നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. പൈസ ഇല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും ആഗ്രഹിക്കാണ്ട് നടക്കുന്നുണ്ട്. എത്രയാ പൈസ ഉണ്ടാ? 450 dirhams. വേണ്ട, വാ നമുക്ക് ഒരു 20, 25, മാക്സിമം 30, 35, 50 ഒന്നും വേണ്ട. 30, 35 അല്ല. അതും പപ്പയും കൂടി ഉണ്ടെങ്കിലേ, അല്ലാണ്ട് ഞാൻ ഇതൊന്നും വാങ്ങാൻ മുതിരുന്നില്ല. അപ്പോൾ നമുക്കിതൊക്കെ കണ്ടിട്ട് നടക്കാം. അതിനും ഒരു ഓക്കെ. പൈങ്കിളിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കണ്ട ഡ്രസ്സുകളെല്ലാം അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോൾ വിനോദത്തിന് അത് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ ഒന്നാമത് ഗ്ലോബൽ വില്ലേജിലേക്ക് വരാതെ കൂട്ടിയാൽ പിന്നെ ഇതൊന്നും നോക്കാൻ വിടൂല. ഇതാകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഇതെല്ലാം കണ്ട് വാങ്ങുന്നില്ലെങ്കിലും ഇതെല്ലാം കണ്ടുപോയി ഒരു രസമല്ലേ. ഇന്ത്യൻ പവലിയൻ്റെ സ്റ്റേജ് ദീദി പണ്ട് ഇവിടെ ഡാൻസ് കളിച്ചിനായിരുന്നു. എത്ര പ്രാവശ്യം കളിച്ചിന് എനിക്ക് ഓർമ്മയില്ല. 3 പ്രാവശ്യമല്ലേ? ഫസ്റ്റ് ഇടിയായിരുന്നു കളിച്ചത്. പിന്നെ 2 വട്ടം 3 വട്ടം കളിച്ച് അല്ലേ. പക്ഷെ ഇതെല്ലാം ഇപ്പോൾ ഇനി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്താലേ ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ കയറിയപ്പോൾ അവൾ മലയാളം കണ്ടു. എന്നാന്ന് വായിച്ചാട്ടെ. സോപ്പും കായപ്പൊടി. ഇത് മറ്റേ സോപ്പിന് പകരം ഇങ്ങനെ തേച്ചാൽ ഇങ്ങനെ പത വരും. സോപ്പിൻ്റെ പതയില്ലേ, കുളിക്കുമ്പോൾ തേക്കുന്ന തന്നെയാണ്. ഈ ടോപ്പ് എനിക്കിഷ്ടമായി, പക്ഷേ ഇവർക്ക് ഇഷ്ടമായില്ല. നമ്മളെ ഇഷ്ടങ്ങളെല്ലാം വ്യത്യസ്ത ഇഷ്ടങ്ങളായിപ്പോയി. ഇനി എത്ര dirhams ഉണ്ടാവും? ഇതിൻ്റെ മുകളിലുണ്ടോ പൈസ? ഇല്ല, ഉണ്ടാവും. ഒരു 100 dirhams എങ്കിലും ഉണ്ടാവും. 100 നമുക്ക് വേണ്ടല്ലോ. നമ്മൾ ഇതിൻ്റെ പൈസ വയ്ക്കുന്നുണ്ട് 100. കറക്റ്റ്, ഞാൻ പറഞ്ഞിട്ടില്ലേ. കണ്ട അനക്കും ഇപ്പോൾ പൈസയെല്ലാം പറയാൻ പഠിച്ചുപോയി. 100 അത് ബാർഗെയിൻ ചെയ്താൽ അവർ ചിലപ്പോൾ 75 തരും. പക്ഷെ എനിക്ക് 75 വേണ്ട. ഞാൻ നന്നായിപ്പോയി. അൺഡാക്കിങ്ങിനും കൂടി എവിടാ മുട്ട രാജാവ്, പൈങ്കിളി കണ്ടുപിടിച്ച മുട്ട രാജാവ്. അൺഡാക്കിങ് ആടാ അണ്ടേൻ്റെ സാധനം മാത്രമേ ഉള്ളൂ. ബട്ടർ ടിക്ക ഗ്രീൻ എല്ലാം കാണുന്നുണ്ടല്ലോ. എഗ് ബുർജി, അൺഡാക്കിങ്. പിന്നെന്താ എന്തോ ഒരു ബൺസാണ്, പറാത്ത ബൺ, റീഫ്രഷ്, ദോസ്തൻ കബാബ് എല്ലാം. ഫുഡ് കോർട്ട് സൈഡ്. നമ്മളെ മറ്റേ ഐസ്ക്രീം ഉണ്ടോ നോക്കണ്ടേ? ആണ് ലാസ്റ്റ് ഇയർ കഴിച്ച ഐസ്ക്രീം വേണ്ടായിരിക്കും. അതല്ല നമ്മളെ 3-4 കിട്ടുന്നു. 1-2 മറ്റേ കിട്ടീന് 3 സ്കൂപ്പ് ഒരു ഫ്ലേവർ, സെയിം ഫ്ലേവർ. അല്ല ഇപ്രാവശ്യം അത് വേണ്ടേന്ന്. ഐസ്ക്രീം വേണ്ട. അങ്ങനെ നടന്ന് ഏകദേശം ഫുഡ് കോർട്ട് ഇന്ത്യ, ഗെയിംസ് എല്ലാം ഭാഗത്തി. അന്നേരം ഇവരെല്ലാം എന്നെ തള്ളി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടേ. ഇവിടെ മറ്റേ ഹാപ്പി ദീപാവലി എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ഹാപ്പി ദീപാവലി. ഇനി ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറട്ടെ. ഫുഡ് ട്രെയിൻ വരുന്നില്ലേ? ഫുഡ് ട്രെയിൻ അങ്ങനത്തെ ഓളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇടുന്നതോ സ്പെഷ്യൽ വാങ്ങിച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നതാ ഒമാൻ ചൈന സൈഡിലെത്തി. ചൈനയിൽ എന്തായാലും കയറേണ്ടി വരും. ഇവിടെ ലുബൂബിയായിട്ടുണ്ട്. ലബൂബ് ഫ്രൈസ് എടുത്തു. അതന്നെയാ. അപ്പൊ എനിക്ക് ബൂബു ഫ്രൈസ് വേണം. നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ടല്ലേ. നമുക്ക് റാഷിദയിൽ ഗ്ലോബൽ വില്ലേജിലേക്ക് വരാൻ 12 dirhams ആണ് കേട്ടോ ബസ്സിനാവുന്നു അല്ലേ. അതുപോലെ 2:45 മുതലാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആവുന്നത് 4 മണിക്കാണ്. ടിക്കറ്റ് റേറ്റ് 30 dirhams ആണ്. വീക്ക് ഡേയ്സിൽ 25 ഉള്ളൂ. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ബാക്കിയൊക്കെ
30ാമത്തെ എഡിഷൻ. പിന്നെ സീസൺ എങ്ങനെയായാലും പിന്നെ വെച്ചാൽ കൂടുതൽ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. എനിക്കൊന്ന് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ തുടങ്ങുമ്പം ഇനി കുറച്ച് ചേഞ്ചസ് ഉണ്ടാവുമായിരിക്കും ഈ വർഷത്തെ വണ്ടിയിൽ. ഇന്ത്യൻ്റെ ഒരു മാറ്റം കണ്ടിന്. ഇന്ത്യ അങ്ങനെ പവലിന് ചെറിയ മാറ്റം ഉണ്ട് തോന്നും. പക്ഷേ തുടക്കത്തിലെല്ലാം ഉള്ളത് കഴിഞ്ഞ വർഷം കണ്ട പോലെ തന്നെയാണ് കണ്ടത്. അപ്പോൾ എല്ലാ പവലിനും കാണിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നിങ്ങളാ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കൂടെയൊക്കെ ഇതെല്ലാം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കട്ടെ ഇവർക്ക്. അങ്ങനെ നടന്ന് നമ്മൾ കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ഏരിയയിലെത്തി. ഇപ്പോൾ ഇവർ വലുതായോട്ട് ഇതൊന്നും ഇവർക്ക് ആവശ്യമില്ലല്ലോ. മുമ്പൊക്കെ ഇതൊക്കെയായിരുന്നു ഇവരെ പരിപാടി. പിന്നെ ചൂട് വലിയ ചൂടില്ല, എന്നാലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തോതിലുണ്ട്. എന്നാലും കാറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഒക്ടോബറിലാകുമ്പോൾ വരുമ്പം അതുകൊണ്ട് അധികം ചൂടും ഉണ്ടാവില്ല, അധികം തണുപ്പും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ സ്വെറ്ററൊക്കെ എടുത്തിട്ട് വരേണ്ടി വരും. പിന്നെ ഇവിടെ എത്തുമ്പോൾ അന്ന് ചൂടുണ്ടോ തണുപ്പുണ്ടോ സ്വെറ്റർ കൈയും പിടിച്ച് നടക്കണം. ഇപ്രാവശ്യം ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും സ്വെറ്ററിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നല്ല ഭംഗിയില്ലേ കാണാൻ, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടുന്ന് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ വ്യൂ ഞാനിങ്ങനെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അവരെന്താണ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഇവിടെ എന്തോ ഡാൻസും പ്രോഗ്രാമെല്ലാം നടക്കുന്നുണ്ട്. ഏതിൻ്റെയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെയാ കഫേൻ്റെ ഏതാ? തങ്കുലു കഫേൻ്റെ ഡാൻസ്. നല്ലൊരു കാറും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതേതാ കാറ്? അംബാസഡറിൻ്റെ ചെറുതാ കാറിൻ്റെ ചോദിക്കണമെങ്കിൽ പപ്പ തന്നെ വേണം കാറിൻ്റെ പറയേണ്ടത്. അതേതാ കാറ്? ഇവർക്ക് തായ്ലൻഡിലാണ് വരണ്ടേന്ന് പറഞ്ഞ് തായ്ലൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടേരം ഭയങ്കര എന്തോ ആവേശം കൂടിയിട്ടുണ്ട്. മറ്റേ നാഗവല്ലിക്ക് ആഭരണം കണ്ടേരുള്ള ആവേശം പോലെ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ലബൂബയാവും സാധനങ്ങളെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ആവേശം. നമുക്ക് പിന്നെ ഇങ്ങനത്തേനോടൊന്നും താല്പര്യമില്ല. നമുക്കുള്ള താല്പര്യം ഡ്രസ്സുകളോട്. ഇവർക്ക് അതിനോട് താല്പര്യമില്ല, ഇവർക്ക് ഇതിനോടാണ് താല്പര്യം. കണ്ട സംഭവം ഇത് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് നോക്കുമ്പം മറ്റേ ചപ്പലില്ലേ ക്രോക്സിൻ്റെ ഈ സാധനം അതിന് ഡിസൈനാക്കാൻ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പ് ഫോണിൻ്റെ ബാക്കിൽ. അപ്പോൾ 1-ന് എത്ര 10 തറ 3 എടുക്കുന്നതെങ്കിൽ 20. അങ്ങനെയാണ് ഇതിൻ്റെ പൈസ ഇവർ പറയുന്നത്. തൽക്കാലം കണ്ട് ആസ്വദിച്ചിട്ട് വാ മക്കളെ. ഇവിടെ എന്തോ സംഭവമുണ്ട്. അപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. നോക്കട്ടെ. Bravissimo, thank you. ആ 30 എഡിഷൻ ഇതിൻ്റെ സീസണിൻ്റെ കാണിക്കുന്നുണ്ടോ? അതാരാന്ന് എനക്കും അറിയുന്നില്ല. ചിലപ്പോൾ അത് അറിയുന്നില്ല എന്ന് പറയുന്നത് മണ്ടത്തരായിരിക്കും. 25 ഒക്ടോബർ 9 PM വരുന്നുണ്ട് അവർ. അതിൻ്റെ ആഡാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജപ്പാൻ. അപ്പോൾ അവിടെ കണ്ട ഓരോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നു. ഇതൊന്നും പരീക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, കാരണം എന്താ സംഭവം ഒന്നും പോലും അറിയുന്നില്ല. ഇവിടെ ഐസ്ക്രീമിൻ്റെ പലവിധം സംഭവങ്ങൾ എന്തൊക്കെയോ കരക്കി വെച്ച പോലെല്ലാം കാണുന്നുണ്ട്. ചീസ് കേക്ക്, ജപ്പാനീസ് ചീസ് കേക്ക് 25 dirhams ഉണ്ട്. 3 പീസിന് 30 dirhams ഉണ്ട്.
അടുത്തത് മൂച്ചി ഐസ്ക്രീം. പലവിധം ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഐസ്ക്രീമാണെന്ന് തോന്നുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ തങ്കുലു കഫേ ഡാൻസ് കണ്ടില്ലേ, അതിൻ്റെ അവരെ തങ്കുലുവിൻ്റെ അതൊന്നും അതിനുള്ളിൽ എന്നാലേ തങ്കുലു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന് പറയുന്നതാണ്. ചോക്കോ ബെറി ബൂട്ടി എഗ്ലെസ്. ചോക്ലേറ്റിന് പെട്ടെന്ന് കാണുമ്പോൾ ഇല്ലേ മറ്റേ ഇത് വെച്ച പോലെ ഇല്ലേ കബാബിൻ്റെ മറ്റേ ചിക്കൻ എല്ലാം. ഞാൻ ആദ്യം അതാണ് നേരത്തെ വിചാരിച്ച് അങ്ങനെയാണ്. സ്ട്രോബെറി സ്റ്റിക്ക് 30 dirhams, ബനാന സ്റ്റിക്ക് 25, ഗ്രേപ്പ് സ്റ്റിക്ക്, ബ്ലൂബെറി 25, മാച്ച ഓൺലി 6 dirhams. വേണം മാച്ച. അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ പലസ്തീൻ്റെ മുന്നിൽ ഇറാൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട്. അപ്പോൾ ഇവിടെ നല്ല ഡെക്കറേറ്റ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ കണ്ട് ഫോട്ടോയിലെടുക്കാൻ പറ്റിയ നല്ല. ഇതൊക്കെ പുതിയതാണെന്ന് തോന്നുന്നത്. കഴിഞ്ഞ വർഷം ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയെ. ഹാപ്പിനെസ് സ്ട്രീറ്റ് ഫുൾ ഫുഡ് കോർട്ടാണ്. ഇതാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കഴിച്ചോ ഇതിലേക്ക് എത്തി. സന്തോഷമായോ? ഞാൻ അവിടെ ഇരുന്ന് കഴിക്ക്. ഇവിടെയൊക്കെ കുറേ റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് കളിക്കേണ്ട ഏരിയ ഈ ഭാഗത്താണ്. കുറേ ലൈറ്റിൻ്റെ എല്ലാം നല്ല ഭംഗിയുള്ള സംഭവം. ഇതൊക്കെ പക്ഷെ കഴിഞ്ഞ വർഷത്തെ സെയിം സംഭവമാണ് കേട്ടോ. ഈ ഫാൽക്കനാണെന്ന് തോന്നുന്നത് ഈ ലൈറ്റിൻ്റെ ചെയിൻ ഇതൊക്കെ. പിന്നെ നൈറ്റ് ആകുമ്പോൾക്ക് ആളും കൂടിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന ഭാഗത്ത് കുറച്ച് കുറവാണ്, പക്ഷേ അങ്ങേ ഭാഗത്തൊക്കെ എല്ലാം നല്ല ആളുമുണ്ട്. ഇപ്പോൾ തിരക്ക് തുടങ്ങി. ഏകദേശം ടയേർഡുമായി. എത്ര സമയം നമ്മൾ നടക്കുന്നു? 2 മണിക്കൂറായി നടക്കുന്നു. അപ്പോൾ ഇനി വല്ല സ്ഥലം വിടും. നമ്മൾ പോകുന്ന വഴിക്ക് വല്ല ഐസ്ക്രീമും നോക്കി ഐസ്ക്രീമും വാങ്ങി കഴിച്ച് സ്ഥലം വിടേണ്ട പരിപാടിയാണ് അല്ലേ. ഫുഡ് വീട്ടിലെത്തിയിട്ടല്ലേ. അപ്പോൾ 8:30 ബസ്സെങ്കിലും പിടിക്കണം. 8:30 ഉള്ള ബസ്. ഇപ്പോൾ സമയം 7:15, 5:15 ഇറങ്ങിയതല്ലേ. അപ്പോൾ 2 മണിക്കൂർ നടന്ന്. ഇനിയുണ്ട് കുറേ കാണാൻ, പക്ഷെ എല്ലാം കയറിയാൽ നടക്കൂല, ക്ഷീണം പിടിക്കും. അങ്ങനെ 3 കൂടി നമ്മൾ ഒരു ഐസ്ക്രീം കഴിച്ച് നമ്മൾ സ്നേഹത്തോടെ ഇത് പങ്കിടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നടന്നിതാ മെയിൻ സ്റ്റേജിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ പ്രോഗ്രാമെല്ലാം നടക്കുന്നുണ്ട്. നല്ലൊരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷേ പാട്ട് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് മ്യൂട്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡാൻസ് മാത്രമേ കാണുന്നുള്ളൂ, മ്യൂസിക് ഞാൻ കട്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പുഷപ്പ ഭയങ്കര പോന്നാ നനഞ്ഞിട്ട് ബസ് കയറാം നമുക്ക്. മഴയായിരുന്നു. നാട്ടിൽ നിന്ന് മഴ കൊണ്ട് ആസ്വദിക്കുന്ന പോലെ ഇവിടുന്ന് പണ്ട് എങ്ങനെയോ ഇതിങ്ങനെ ഓടി അങ്ങനെ എത്തലാറ്റല്ലേ ഇങ്ങനെ അല്ലേ ക്രീക്കിലായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു. ദുബായിലെ ഉത്സവം എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. കണ്ടോ, വീക്കെൻഡ് ആകുമ്പോൾ നല്ല തിരക്കുണ്ട്. ഇപ്പം നാളെ ലീവല്ലേ, അപ്പോൾ നൈറ്റ് ആകുമ്പോൾ നല്ല തിരക്ക് തുടങ്ങി. അപ്പോൾ വരുമ്പോൾ ഇത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. 1 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കാണാൻ വരാൻ പറ്റുന്നവരെല്ലാം വന്നു, ആസ്വദിച്ചു. കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാം ഉണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒരു വീക്കെൻഡോ വീക്ക് ഡേയ്സോ വന്ന് ആസ്വദിക്കും. 2025 ഗ്ലോബൽ വില്ലേജ് സീസൺ
30 കിഡ്സ് തിയേറ്റർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടിയൊക്കെയായാലും വലിയവക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ട ജനസാഗരമാണ്, സാഗരം. എല്ലാവർക്കും ആൾക്കാരുണ്ട്. നമുക്ക് പിന്നെ നടക്കുമ്പോൾ ഇരിക്കാനൊക്കെയുള്ള സ്പേസൊക്കെ ഉണ്ട്. വിശ്രമിച്ചുകൊണ്ടും നടന്നുകൊണ്ടും കാണാം. ഇനി 8:30 നമ്മുടെ ബസ്. ഇപ്പം 8:10 ആവാനായി. അത് കഴിഞ്ഞിട്ട് ബസ്സിൽ നേരത്തെ വന്നിറങ്ങിയ റാഷിദിയ മെട്രോ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണ്ടേ. അവിടെ നിന്ന് നേരെ സമായിലേക്ക്. വിനോട്ടം കൂട്ടാൻ വരില്ല, വിനോട്ടനൊരു പാർട്ടിയുണ്ട്. അപ്പോൾ നമ്മളവിടുന്ന് ടാക്സി പിടിച്ചിട്ട് വേണം പോവാൻ. അതും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താട്ടോ. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഞാൻ നേരെ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നു അതവിടെ പോയി. അപ്പോൾ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂട്ട് അപ്പുറത്തേക്ക് കിടക്കട്ടെ. ഇതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലും കുറേ ഫുഡ് ഐറ്റംസ് നമുക്ക് വാങ്ങുക, കഴിക്കുക, ആസ്വദിക്കുക. കുറച്ച് നല്ല ക്യാഷും കൊണ്ട് വന്നാൽ മതി. അപ്പോൾ നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. അല്ലാത്തവർക്ക് ആസ്വദിച്ചിട്ട് എല്ലാം കണ്ട് ആസ്വദിച്ചിട്ടും പോവാം. എക്സിറ്റാണ്. എക്സിറ്റിലേക്ക് എൻട്രൻസും എല്ലാം തിരക്കായിട്ടുള്ള ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ് വാങ്ങും. നമ്മൾ നാട്ടിൽ വരുമ്പം ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ലായിരുന്നു. ചേഞ്ച് ചെയ്യുന്നുണ്ടോ കളറ്? നേരത്തെ ഗ്രീൻ, ഇപ്പോൾ ബ്ലൂ. ഇതന്നെ ഇങ്ങനെ നോക്കി ഇരിക്കാൻ രസമാണ്. തിരക്കുണ്ട്, ആൾക്കാർ ഇങ്ങനെ മുട്ടി പോകുന്നു. കണ്ടോ നമ്മൾ നേരത്തെ വരുമ്പോൾ നല്ല അതെനിക്ക് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ലൈറ്റ്. ഇത് കഴിഞ്ഞ വർഷം ഇങ്ങനത്തെ ലൈറ്റ് ആയിരുന്നില്ല അല്ലേ? ഇപ്പോഴത്തെ ഫോട്ടോ എടുക്കലെല്ലാം കുറവായിരുന്നു. നമ്മൾ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്ലോബൽ വില്ലേജ്? എല്ലാവർക്കും ഇഷ്ടമായോ? സീസൺ 30 ഓണിതാ അതിലെല്ലാം 30 ഇങ്ങനെ മാറി മാറി വരുന്നു. ബസ്സസ് ആൻഡ് ടാക്സീൻ്റെ ഇതിലെത്തി നമ്മൾ. ഇതിലേ പോയിട്ട് 102 ആയിരുന്നില്ലേ നമ്മളെ? അപ്പോൾ ബസ്സിന് വരുന്നവർ അങ്ങനെ വന്നോ, ഈസിയാണ്. അധിക സ്ഥലത്തു നിന്നുണ്ട് ബസ് ഗ്ലോബൽ വില്ലേജിലേക്ക്. അപ്പോൾ നമ്മൾ 102ൻ്റെ സ്റ്റോപ്പിലാണ് പോയി നിൽക്കണ്ടേ. ബസ് വന്നോന്ന് അറിയുന്നില്ല, നോക്കട്ടെ. എന്താ ഇങ്ങനെ ഉണ്ടാവുക, ഓരോ സ്റ്റോപ്പിലും ഓരോ ബസ് നമ്പറും ഉണ്ട്. 106 അങ്ങനെ 102 നോക്കട്ടെ. ഇതന്നെയാണ് നമ്മളേനാ തോന്നുന്നു. തിരക്കായോ? ഇതിലടിക്കല്ലേ? റാഷിദിയ ബസ് സ്റ്റേഷനിലേക്കുള്ള ബസ് നമ്മൾ കയറട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ അരമണിക്കൂർ ബസ്സിലെല്ലാം സഞ്ചരിച്ച് റാഷിദിയ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ ടാക്സി പിടിക്കും. ടാക്സി ഇവിടെ നിരന്ന് വെക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ടാക്സി എനിക്കറിയുന്നില്ല, അതന്നെ ആയിരിക്കും. അപ്പോൾ അത് പിടിച്ചിട്ട് നമ്മൾ കണ്ട സമയം എത്ര? 9:10. ഇവിടുന്ന് ബസ്സുണ്ട് ഡയറക്റ്റ് എടാ നമ്മളെ സമാരിയിലേക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ധൈര്യമില്ല. സമാരി ഡെവലപ്മെൻറ്റിലേക്ക് ബസ്സുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ടാക്സിക്ക് പോകും. എന്തെന്ന് ടാക്സിയാ? 4,419. ഇവരെ ഇതിൻ്റെ നടുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പോകുന്ന നടുക്ക് KFCൻ്റെ ഇതാ നോക്കുന്നു. പോയി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം. നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പിന്നെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ടാക്സി പിടിച്ച് പോട്ടെ. ബൈ. അടുത്ത വീഡിയോ കാണാം.